ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ വർഷത്തെ കീം വിദ്യാർത്ഥികളുടെ കൂടെ ആദ്യം മുതൽ തന്നെ ഇതുവരെയും ഒരു ജേണി പോലെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അത് ആ ഒരു കീം ആപ്ലിക്കേഷനിൽ തുടങ്ങി ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് എത്തി നിൽക്കുന്നത് വരെ. അപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ ഇനി അലോട്ട്മെന്റ് പ്രൊസീജിയറിലും എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളിലൂടെ, അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, ഇനി അങ്ങോട്ട് നമ്മൾ ലൈവുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കീമിന് വേണ്ടി, കീമിലൂടെ ഒരു റാങ്കും ഒരു അഡ്മിഷനും ഒക്കെ സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. എന്നാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, അതായത് കീം എഴുതി നിൽക്കുന്ന 2025 കീമിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വരുന്നു എന്ന വലിയൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം സൈറ്റുകളിലെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഡേറ്റ് ജൂൺ 10 ആണ്. ഇതെല്ലാം അതായത് നമ്മുടെ എൻട്രൻസ് കമ്മീഷണറുടെ കാര്യാലയം ഒഫീഷ്യലായിട്ട് വിട്ട ഡേറ്റ് അല്ല. പല സൈറ്റുകളും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ടെൻറ്റേറ്റീവായിട്ടുള്ള ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പറയുന്നത് ജൂൺ 10 കൂടി റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ്. ഇത് ഒരു പക്ഷേ വന്നേക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജൂൺ 2 വരെ ഡെഡ് ലൈൻ ഉണ്ടായിരുന്ന +2 സബ്മിഷൻ മാർക്ക്, +2വിൻ്റെ മാർക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായി. അത് നിങ്ങൾക്ക് പലർക്കും നോട്ടിഫിക്കേഷനായിട്ടും അല്ലാതെ വീഡിയോകളിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഈ ഒരു ജൂൺ 10 എന്ന് പറയുന്ന ഡേറ്റും ഒരു പക്ഷേ നീട്ടിയേക്കാം. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ അവസാന റാങ്ക് ലിസ്റ്റ്, നിങ്ങൾ അഡ്മിഷന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന കാറ്റഗറി വൈസും അല്ലാതെയും ഒക്കെയുള്ള കീം 2025 റാങ്ക് ലിസ്റ്റ്, നിങ്ങൾ ഇത്രയും നാൾ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ്, അതായത് പരീക്ഷകളിലൂടെയാണോ കടന്നു പോയിട്ടുള്ളത്, അതിനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി നിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് വരുമെന്ന ചോദ്യം എന്തായാലും ജൂൺ 2ാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ജൂൺ 10 എന്ന് പറയുന്ന ഡേറ്റ് നമുക്ക് ഉറപ്പിക്കാനാകില്ല. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ വരും, തെറ്റ് തിരുത്താനുള്ള ബാക്കി കാര്യങ്ങൾ വരും. എന്തായാലും കീമുമായി ബന്ധപ്പെട്ട് റാങ്ക് പ്രഡിക്ഷൻ്റെ ഒക്കെ സമയം കഴിഞ്ഞു. അതിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ പല സർക്കുലർ വഴിയും പല ഇൻഡെക്സ് മാർക്കിൻ്റെ ലാസ്റ്റ് കട്ട് ഓഫ് ആ PDF വഴിയും ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ എത്ര മാർക്ക് ഉണ്ടെങ്കിൽ എത്ര റാങ്ക് കിട്ടാമെന്നൊരു ട്രെൻഡ് ഈ വർഷം മാറിയേക്കാം. എന്നാലും ഒരു ഏകദേശ ധാരണ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് അറിയാം. അതുപോലെ തന്നെ കീം ഫാർമസിയെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് റാങ്ക് ലിസ്റ്റാണ്, അതിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ജൂൺ 10 ഈ സൈറ്റുകളെല്ലാം പറയുന്നത്. പക്ഷേ ഒരു പക്ഷേ നീട്ടിയേക്കാം. ജൂൺ 2nd വീക്കാണ് നമ്മുടെ ചാനൽ പറയുന്നത്. കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തയായിട്ട്.